ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മധ്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് വളരെയധികം ഗുണകരമാണ്. സാമ്പത്തിക ലാഭം, രാജപ്രീതി തുടങ്ങിയ സൽഫലം അനുഭവമാണെങ്കിൽ പോലും ഏഴരശനിയും വ്യാഴപ്പിഴയും നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ വിഷമതകളും അനുഭവത്തിൽ വന്നു ചേർന്നേക്കാം. പൂർവികമായതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതോ ആയ വസ്തുവകകൾ കൈവശം വന്നു ചേരും. വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ളതായിരിക്കുന്ന സാധ്യതകളും വന്നു ചേരുന്നതാണ്. എതിർപ്പുകളെയെല്ലാം തന്നെ നയപരമായിട്ട് നേരിടുവാനും സാധിക്കും. പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ച് സാമൂഹിക പിന്തുണ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുമെങ്കിൽ പോലും അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ ചൊല്ലി കലഹങ്ങൾക്കും ഇടയുണ്ട്. സന്താനങ്ങൾക്കും പൊതുവെ ഈ വർഷം അത്ര കണ്ട് ഗുണകരമല്ല. ശ്രേഷ്ഠരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് പരിചയപ്പെടുവാൻ അവസരം ലഭിക്കും. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ സമയമാണ്. സ്ഥാനചലനങ്ങൾക്ക് ഇടയുള്ള സമയമായതുകൊണ്ട് തന്നെ ജാഗ്രത വേണ്ടതായുണ്ട്. തനിക്ക് യോജിക്കാത്ത ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ബോധപൂർവം അകലം പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണം. വീഴ്ച, ഒടിവ് എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങളുള്ളതായിരിക്കുന്ന വ്യക്തികളും വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സിൽ ശുഭകരമായിരിക്കുന്ന ചിന്തകൾ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായിട്ട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഗണപതി ക്ഷേത്രത്തിൽ മോദകം വഴിപാട് നടത്തുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.